ഹലോ വെൽക്കം ടു നല്ല നേരം ഏയോ. ഇന്ന് എൻ്റെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര കുഞ്ഞ് സെലിബ്രേഷനാണ് ആക്ച്വലി. സോ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് കെട്ടോട്ട് അടിച്ചു. എന്നിട്ട് എന്നെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എൻ്റെ റൂമിലോട്ട് കൊണ്ടുവരുമ്പോൾ ലൈക്ക് ഹാപ്പി ബർത്ത്ഡേ ലിയ ബേബി എന്നൊക്കെ എഴുതിയിട്ട് ലൈക്ക് ബലൂൺസ് ഒക്കെ ഞാൻ പമ്പ് വെച്ചിട്ട് ആക്ച്വലി ആ ബലൂൺസ് എല്ലാം വെറുപ്പിച്ചത്. പക്ഷേ അല്ലാതെ നോക്കുന്നത് എൻ്റെ ശ്വാസം പനി പിടിച്ച ശ്വാസമായിരുന്നു. സോ ഞാൻ ഭയങ്കര ഇതായി പോയിരുന്നു. ആള് റൊമാൻറ്റിക് ആണെങ്കിലും എക്സ്പ്രസീവ് റൊമാൻറ്റിക് അല്ല. സോ പബ്ലിക്കലി അവൻ അത്രയ്ക്ക് എക്സ്പ്രസീവ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. സോ എനിക്കത് ഭയങ്കര ഇതായിരുന്നു. അതെൻ്റെ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മേടിച്ചു. എൻ്റെ ഇടയ്ക്ക് കേക്ക് വേണ്ടല്ലേ, ഞാൻ ഡയറ്റിലൊക്കെ ആയതുകൊണ്ട് കേക്ക് വേണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. സോ അത് രാത്രി 12 മണിക്ക് നടക്കുന്നതാണ്. സോ അപ്പോൾ ആ സമയത്ത് എൻ്റെ വീട്ടിലും ചാച്ചൻ്റെ വീട്ടിലും ഒക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് അവരെല്ലാവരുമായിട്ട് വിഷയൊക്കെ ചെയ്ത് കേക്ക് കട്ട് ചെയ്താൽ എനിക്ക് കാർഡ് വന്നു. ലൈക്ക് അതിലൊരു ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു ലവ് ലെറ്റർ ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് അത് പബ്ലിക്കലി വായിച്ച് കേൾപ്പിക്കരുത് എന്നോട് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു കീ ചെയിൻ ഉണ്ടായിരുന്നത് എൻഗ്രേവ്ഡ് ലവ് യു റോൺത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു റോസും ഒക്കെ വരുന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ എൻഗ്രേവ് ഒക്കെ ചെയ്തൊരു ഒരു ബ്യൂട്ടിഫുൾ കീ ചെയിൻ ഉണ്ടായിരുന്നു. സോ അത് ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഉള്ളൂ ഗിഫ്റ്റ് എന്നാണ് ഞാൻ ആക്ച്വലി വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതാ സിറ്റി ചിക്കൻ്റെ ഒരു കവറൊക്കെ വരുന്നു. അപ്പോൾ ഇതൊക്കെ എപ്പോൾ പോയി മേടിച്ചത് സത്യം എനിക്ക് അറിയപ്പോലുമില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 13 ഡ്രസ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ കാണിക്കേണ്ട, നമുക്ക് ഇടുമ്പം കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കാണിക്കാൻ ഇത് എന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഷെഫ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല ചീസി മഷ്റൂംസ്, പിന്നെ ചിക്കൻ ഓംലെറ്റും ഹാഷ് ബ്രൗൺസും ചിക്കൻ ടെൻഡേഴ്സും ഗാർലിക് ബ്രെഡും ഒക്കെ ആയിട്ട്, പിന്നെ മസാല ടീ എൻ്റെ ഫേവറേറ്റ് ആണ്, അതും മാംഗോ ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് നല്ല ഓംലെറ്റ് ആയിരുന്നു. ലൈക്ക് ആൾ ഷെഫാണെങ്കിലും ലൈക്ക് മിക്കപ്പോഴും ഷിഫ്റ്റൊക്കെ അനുസരിച്ചിട്ട് എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ഡയറ്റിലും ആയതുകൊണ്ട് ആളുടെ സ്പെഷ്യലൊക്കെ മിക്കപ്പോഴും അൺഹെൽത്തി ആയി പോകും. കാരണം എല്ലാവരും ഞങ്ങളൊന്നും ചെയ്യാറേ ഇല്ല. സോ ഇങ്ങനെയൊക്കെയാണ് എന്നെ ആളെ സന്തോഷിപ്പിക്കുന്നത്. എനിക്ക് ആളുടെ ഫുഡ് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് ആക്ച്വലി ആളുടെ ഫുഡ്. ആ സമയത്തും എനിക്കറിയോ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കും, എനിക്കൊന്നും അച്ഛൻ്റെ വീട്ടിൽ നിന്നാന്ന് തോന്നുന്നു. സോ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഔട്ടിങ്ങിന് വന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇപ്പം പാർട്ടി പബ്ബ് ലൈക്ക് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. ലൈക്ക് എനിക്ക് അതിലും ഇഷ്ടം ചുമ്മാ ബീച്ചിൻ്റെ സൈഡിൽ പോയിരിക്കാനും അങ്ങനെ ലേക്ക് സൈഡിലൊക്കെ പോയിരിക്കാനൊക്കെ. സോ അങ്ങനെ നമ്മൾ മൗണ്ട് ആൻഡ് ബൊട്ടാനിക്കൽ ഗാർഡൻ പോയി. സോ അതിൻ്റെ അവിടെ ചെന്ന് ഒരു ജലാറ്റോ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ പോയിട്ട് താറാവിനെ എണ്ണിയിരുന്നു. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയാസ്, നമുക്ക് അങ്ങനെ ഇരിക്കാം, കൽപ്പടവുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെ അവിടെ പോയിട്ട് താറാവിനെ എണ്ണി, കുറേ താറാവുണ്ടായിരുന്നു. സോ അതിനൊക്കെ എണ്ണി നല്ല രസമാണ്, ഭയങ്കര മൈൻഡൊക്കെ കാമായി. എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഞാൻ എത്ര ടെൻഷനിലാണെങ്കിലും ലൈക്ക് നമുക്ക് എത്ര പ്രോബ്ലംസ് ലൈഫിലുണ്ടെന്ന് പറഞ്ഞാൽ ശരി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവുന്നോട്ട് എനിക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ ലഞ്ച് കഴിച്ചില്ല. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നല്ല ഹെവി ആയിരുന്നു. സോ നമ്മൾ ലഞ്ച് സ്കിപ്പ് ചെയ്താൽ ജലാറ്റോ ഐസ്ക്രീമിൽ ഒതുക്കി. എന്നാൽ ഞങ്ങളൊരു ഡിന്നറിന് ആക്ച്വലി പോയിരുന്നു, ബട്ട് അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് തിരികെ വന്നു. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ കുറച്ച് പട്ടി ഷോക്ക് നടത്തിയായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.